പത്രോസ് എന്നൊരു ക്ലാസിക്കൽ ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതാണ്: ഞാൻ എൻ്റെ സഹോദരനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം? എണ്ണം പറയാൻ പറ്റുമോ? അതാണ് ചോദ്യം. എണ്ണം പറയാൻ പറ്റുമോ എന്നൊരു ചോദ്യത്തിനിടയിൽ പത്രോസിൻ്റെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ കുറച്ചും കൂടെ റിലവൻസ് ഉണ്ട്. കാര്യം ഇനി പത്രോസ് വീഴാൻ പോകുന്നൊരു വീഴ്ച വളരെ കൃത്യമായിട്ട് യേശുവിന് അറിയാം. 3 പ്രാവശ്യം അറിയില്ലെന്ന് പറയാൻ പോകുന്നവനാണ്. ഇവന് വേണ്ടി ഇനി ഒരിക്കൽ തിരിച്ചു വന്ന് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവനെ ക്ഷമിക്കേണ്ട ഒരാളാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനോട് ഒന്നും അറിയാത്ത ഒരു പത്രോസ് ചോദിക്കുന്നുണ്ട്, എത്ര പ്രാവശ്യം ക്ഷമിക്കണം? കർത്താവ് പെട്ടെന്ന് മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതായിരിക്കും: പത്രോസേ, അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും എണ്ണമൊക്കെ നീ പിന്നീട് അറിയും. പിന്നീട് നിന്നോട് ഞാൻ ക്ഷമിച്ച് നീ ആ സ്നേഹം തിരിച്ചറിയും. എങ്കിലും ഉള്ളുകൊണ്ട് ക്രിസ്തു ഇതൊക്കെ സൂക്ഷിച്ചിട്ട് വാക്കുകൾ കൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: 70 പ്രാവശ്യം എന്ന് വെച്ചാൽ എണ്ണമില്ലാതെ നീ സ്നേഹിക്കണം. നിനക്ക് എത്ര പ്രാവശ്യം ക്ഷമിക്കാൻ പറ്റും? അതിന് എണ്ണമൊന്നും നീ നിശ്ചയിക്കരുത്. അൺകൗണ്ടബിളായിട്ട് നീ ക്ഷമിക്കണം. മറന്നു കളയാൻ തക്ക വിധത്തിൽ നീ ക്ഷമിക്കണം. പോട്ടെ എന്ന് ആവർത്തി ചിന്തിക്കാൻ കഴിയുന്ന വിധത്തിൽ നീ ക്ഷമിക്കണം. ഇത് പറയുമ്പോൾ അത്ര പ്രാക്ടിക്കൽ അല്ല എന്ന് ഒരുപക്ഷെ കേട്ടിരിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരുപക്ഷെ ഇത് കേട്ടിരുന്നവർ പലരും ഇഗ്നോർ ചെയ്തിട്ടുണ്ടാവും. പലരും അതിനെ ഗൗരവത്തോടെ കണ്ടുപോലും കാണില്ല. എന്നാൽ കുരിശിൻ്റെ ആ ചുവട്ടിൽ വെച്ച് ക്രിസ്തു പറഞ്ഞൊരു വാക്കില്ലേ: ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. എനിക്കറിയാം, എനിക്ക് നന്നായിട്ടറിയാം ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ എനിക്കറിയാം. പക്ഷെ ഇവർക്കറിയില്ല, അതുകൊണ്ട് നീ ഇവരോട് ക്ഷമിക്കണമേ. അതാണ് ക്ഷമയുടെ വലിയൊരു പാഠവും വലിയൊരു തിയോളജി. ഒരു കുരിശിൻ്റെ മരണത്തിൻ്റെ ശ്വാസത്തിൻ്റെ നിമിഷത്തിൽ പോലും അവർ ചെയ്യുന്നതെന്ന് അവരറിയാതെയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അവർക്ക് വേണ്ടി ന്യായീകരിക്കുന്ന ഒരു ദൈവം അവിടെ ക്ഷമിച്ചു എന്ന് പറയുന്നതിനേക്കാളപ്പുറം അവിടെയെല്ലാം മറന്നു എന്ന് പറയുന്നതാവും നല്ലത്. എനിക്ക് തോന്നുന്നു ക്ഷമ എന്ന് പറഞ്ഞാൽ അത് പൊറുക്കുക എന്നതിനേക്കാൾ ഉപരി മറക്കുക എന്ന് പഠിപ്പിച്ചത് ക്രിസ്തു തന്നെയാണ്. മറന്നിട്ടവൻ ഈ ഭൂമിയിൽ മരിച്ചു. അങ്ങനെ മറന്ന് മരിച്ചവന് പിന്നീട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആ ദേഷ്യം ഉള്ളിൽ സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ. പത്രോസിൽ തുടങ്ങി പിന്നീട് ആരെയൊക്കെയാണോ അവന് നഷ്ടപ്പെട്ടത് അവരെല്ലാവരും തിരിച്ചെടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ക്ഷമ എന്തിൻ്റെ അടയാളമാണെന്ന് ചോദിച്ചാൽ കൃത്യമായി നമുക്ക് നൽകാവുന്ന ഉത്തരം തിരിച്ച് ആളുകളെ വരാൻ അനുവദിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു വാതിൽ ചാരിയിടാനുള്ള ഒരു ക്ഷണമാണ് ക്ഷമ. ഇനിയും വരാൻ അവസരമുണ്ട്. ഇനിയും ഈ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ സാധ്യതയുണ്ട്. തെറ്റ് ചെയ്തത് നീയാണെന്നറിയാം, എങ്കിലും അറിയാതെയാണ് നീ ചെയ്തെങ്കിലോ? ഇങ്ങനെ ആശ്വസിക്കുന്ന ഒരിടത്തിൻ്റെ പേരാണ് ക്ഷമ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.